എൻ്റെ മക്കൾ എൻ്റെ ലൈഫിലെ കിഡ് എക്സ്പീരിയൻസ് ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ആക്ടറുടെ കൂടെ അയാൾ അഭിനയിച്ച സിനിമ, അതും യൂറോപ്പിൽ വന്നിരുന്നതാണത്. അത് നമ്മുടെ ടോവിനോ തോമസിൻ്റെ കൂടെ. ഞങ്ങൾ ശരിക്കും ടോവിനോ തോമസ് വരും, ഈ സിനിമയ്ക്ക് വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു, തിയേറ്ററിൽ വരുന്നൊക്കെ അറിഞ്ഞിരുന്നു. പക്ഷെ ലാസ്റ്റ് സമയത്ത് ആൾ വരില്ല എന്നൊരു ഫ്ലൈറ്റ് ലേറ്റാണ്, ആൾ വരില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ആകെ പോയി, എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇനിയിപ്പോൾ പോകാന്ന് വെച്ചാൽ അങ്ങനെ പോയതാണ് ഞങ്ങൾ. പക്ഷെ വന്ന മക്കളെ കണ്ടു, സീനായിരുന്നുടാ. സംഭവം ഇത് വലിയ സംഭവം വെച്ചാൽ എനിക്കറിയില്ല, അങ്ങനെ കാണുന്നവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊക്കെ ഒരു ഫാൻ ബോയ് ആണ്, അതുകൊണ്ട് എനിക്കത് വലിയ സംഭവമാണ്. ആളുള്ള ഫാമിലിയോട് ട്രിപ്പിൽ വന്നതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ആൾക്ക് ഇവിടെ പ്രീമിയർ ഷോ വന്നപ്പോൾ ആളിവിടെ വന്ന് കയറി കണ്ടു. അതാണ് സംഭവം. എങ്ങനെയാണ് പറയാനല്ലോ, കുറെ കാലം ശേഷം നാട്ടില് സിനിമ കൊണ്ട് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് സിനിമ കണ്ടപ്പോൾ. ഞാൻ അതിന്റെ ക്ലിപ്പുകളൊക്കെ ആഡ് ചെയ്യാട്ടാ. Thank you. ഞാൻ ആദ്യം തന്നെ സിനിമ റിവ്യൂ പറയാം. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഉണ്ടല്ലോ കുറെ ചിരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ തിയേറ്ററിൽ പോയി കണ്ടാലായിരിക്കും നിങ്ങൾക്ക് സിനിമ കൂടുതൽ വർക്കാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ടിരുന്നാലാണ് ഈ സിനിമ കൂടുതൽ വർക്കാവാൻ ചാൻസ്. ബേസിൽ ജോസഫ് ചെറുപ്പം ചെക്കനായിട്ട്, അതായത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ എഞ്ചിനീയറിംഗ് കാലമൊക്കെ നല്ലപോലെ ഓർമ്മ വന്നു. പേര് അതിരടിയതാണ്, പക്ഷേ അപ്പോൾ നമ്മൾ ശരിക്കും ഇടിപ്പടമൊന്നുമല്ല. സിനിമ പ്യുവർ കോളേജിൽ ഇടിപ്പടമാണ്, ഫുൾ തല്ലുമാല പോലത്തെ ഒരു ഇടിപ്പടമൊന്നുമല്ല. ഇടി പരിപാടികളൊക്കെ ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു കോളേജ് റിലേറ്റഡ്, ഒരു നാട്ടിലെ കുറച്ച് ആഘോഷങ്ങൾ റിലേറ്റഡ് പരിപാടിയാണ് ഇതിൽ നടക്കുന്നത്. സിനിമയിൽ ഫസ്റ്റ് ഹാഫിലേക്ക് ഉണ്ടല്ലോ ബേസിൽ ജോസഫിൻ്റെ അഴിഞ്ഞാട്ടാണ്. നമുക്ക് ബേസിൽ ജോസഫിന് ഇനിയും നമുക്ക് എന്താ പറയുക, ഇനി നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ നമുക്ക് കുറേ ക്യാരക്ടേഴ്സ്, ആളിൽ നിന്ന് കുറേ സാധനങ്ങൾ ഇനി വരാണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ആൾ ഇതിൽ ചെയ്തിട്ടുള്ള കോമഡി റോൾ, ഇത്ര കാലം ചെയ്ത കോമഡി റോൾ ഇത് ഭയങ്കര വ്യത്യാസമാണ്. ടോവിനോ തോമസിന്റെ കാര്യം എനിക്ക് തോന്നിയത് നമ്മുടെ പള്ളിച്ചട്ടമ്പിൽ ഒരു എഫക്റ്റ് എവിടേക്കും എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് അറിയില്ല, പക്ഷേ ക്യാരക്ടർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണല്ലോ. ക്യാരക്ടർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്, പക്ഷേ ചെറിയൊരു എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ള കാസ്റ്റിൽ ബേസിൽ ജോസഫിന്റെ ചേട്ടൻ, ആ മനുഷ്യൻ നൈസായിട്ട് ആൾ കൊടുത്ത ക്യാരക്ടർ നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബേസിൽ ജോസഫിന്റെ കൂട്ടുകാരനായി വന്ന വ്യക്തിയും ആ മച്ചാനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോ ചെയ്തു അങ്ങനെ കണ്ടിട്ടുണ്ട്. ആളും നൈസായിട്ട് കേട്ടോ. മറ്റേ നടൻ ബേസിൽ ജോസഫിന്റെ ചേട്ടന്റെ പേര്, നടന്റെ പേര്, ആള് വേറെ സിനിമയിലൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സിനിമയുടെ കാസ്റ്റിങ്ങിൽ ആള് നൈസായിട്ട്, അതായത് എന്ത് രസമായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുള്ളത്. ആളെ കിട്ടി വിഷ്ണു അഗസ്ത്യ മച്ചാൻ്റെ അഭിനയിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം പറയാലോ, അറിയില്ല, അത് ഭയങ്കര രസമായിട്ട് ആ മനുഷ്യൻ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. അവർ നമ്മളെ കണക്ഷനൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നല്ല രസമായിട്ടുണ്ട്. അല്ല, ആൾക്ക് ഓൾറെഡി സിനിമ എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാലും എന്തോ ഞാൻ ഇത്ര കാലം സിനിമയിലൊക്കെ കണ്ടിട്ട് RDX ഞാൻ ആളെ കണ്ടിരുന്നു, RDX ശ്രദ്ധിച്ചിരുന്നു വില്ലനോള്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് ആ വ്യക്തിനെ ശ്രദ്ധിക്കുന്നു. പക്ഷെ നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി പ്ലസ് ഇമോഷൻ മിക്സ് ആണ്. അതാണ് സിനിമയുടെ ഒരു സെറ്റപ്പ് എന്നുള്ളത്. അതായത് കുറേ കോമഡി പിന്നെ ഇമോഷൻ, കുറേ കോമഡി ഇമോഷൻ, അങ്ങനെയാണ് സിനിമ പോവുക. അപ്പോൾ ഇമോഷണൽ സീൻ വരുമ്പോൾ എനിക്ക് അറിഞ്ഞൂടെ, കുറേ പേര് മിക്സ്ഡ് റിവ്യൂ ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം, അതായത് ഇതിൻ്റെ ഡയറക്ടർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പരിപാടി കൊണ്ടായിരിക്കാം. ആൾ പക്ക എങ്ങനെയാണ് ഒരു കോളേജ് മൂവി വർക്ക് ചെയ്യുക അതാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും ചർച്ചാ വിഷയ കാര്യം ക്യാമിയ റോള്. ഏതോ ഒരു മരമണ്ടം കൊണ്ടുപോയിട്ട് ക്യാമിയ റോൾ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. അവനൊക്കെ ഭൂലോക പൊട്ടൻ. അതായത് ശരിക്കും ഒരു ക്യാമിയ റോൾ ഉണ്ട്, പക്ഷെ എനിക്ക് ക്യാമിയ ഇതാരാന്നറിയോ, ഷാനിക്ക. ഈ മനുഷ്യൻ്റെ ഇൻ്റർവ്യൂലൊക്കെ ഞാൻ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ച ആൾ സിനിമയുടെ മ്യൂസിക് ആയിരിക്കും ചെയ്തതെന്നാ. സിനിമയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ ആള് സിനിമയിൽ വന്നത്. ഞാൻ ഒട്ടും വിചാരിക്കണ്ടെങ്കിൽ ഷാനിക്ക കേട്ടു സാധനം കുറേ ഉണ്ട്. ആളെ കുറേ എടുത്ത് ചിരിച്ചു. അതായത് നമുക്ക് അവരുടെ മ്യൂസിക് ഇൻഡസ്ട്രിയും അവർ കാണുന്നുള്ള സംഭവങ്ങളൊക്കെ കുറേ കണക്ട് ചെയ്തിട്ട് കുറേ കോമഡികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ക്യാമിയ എന്ന് പറയുമ്പോഴേ വിനീത് ശ്രീനിവാസൻ്റെ ഒരു സീനുണ്ട്, ശ്രീനിവാസനെ കണക്ട് ചെയ്തിട്ട് ആ ഒരു സീൻ കേട്ടുവാനുണ്ടോ, അത് നിങ്ങൾ തിയേറ്ററിലാണ് നമുക്ക് മനസ്സിലാവും. എനിക്ക് പേഴ്സണലി കുറച്ച് ചിരിക്കാൻ കിട്ടി. ഞങ്ങൾ കൂട്ടത്തിൽ വന്ന എല്ലാവർക്കും സിനിമ ഇഷ്ടമായി. അതായത് അത്രയും ചിരിച്ചു, ഞങ്ങൾ അത്രയും നമ്മുടെ സ്ട്രെസ് റിലീഫായിട്ട് ചിരിക്കാനായി എനിക്ക് കിട്ടി. ഈ സിനിമ 2 കഥയായിട്ട് പോകണത് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ 2 കഥയാണ്. ഒന്ന് ബേസിൽ ജോസഫിൻ്റെ കഥയും ഒന്ന് ടോവിനോ തോമസിൻ്റെ കഥയും ആണ്. അതായത് ഒറ്റ കഥയാണ്, പക്ഷേ ക്ലൈമാക്സിൽ എത്തുമ്പോൾ നമുക്ക് ഓക്കെ ഇതിന് രണ്ട് കഥകൾ ഇതിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടായിരുന്നു, ഇതാണ് ക്ലൈമാക്സ്. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. എനിക്ക് ടോവിനോ തോമസിൻ്റെ കഥ, അതിൽ അവൻ എങ്ങനെ ഗായകനായിരുന്നു, അത് ആ എൻഡ് ചെയ്യുന്നൊരു സംഭവമുണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കത് പേഴ്സണലി ഇഷ്ടം. ഈ സിനിമ കണക്ട് ആവാൻ അറിയോ, ശരിക്കും എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ച് ടെക് ഫെസ്റ്റൊക്കെ, ഞാനൊക്കെ ടെക് ഫെസ്റ്റ് നടത്തേണ്ട ഒരു ഭാഗമായി നിന്നിരുന്ന ആൾക്കാരാണ്. ഇനി ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് സത്യം പറഞ്ഞ സിനിമ എന്നെ കൂടുതൽ ഹൈപ്പാക്കാനോ ടോവിനോ തോമസ് കൂടി വന്നിട്ടോ ഉള്ള കാര്യം പറയല്ലോ. ആ മനുഷ്യന് വന്നതും ആൾ ഞങ്ങളുടെ കൂടി സിനിമ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതെങ്ങനെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാന്നറിയില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാര്യത്തിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക വേറൊരു എടുത്തു പറയേണ്ട കാര്യം,
ആ മനുഷ്യൻ ആ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിട്ട് ആരും എഴുന്നേക്കില്ലടാ, സിനിമ കണ്ടിട്ട് ആരും എഴുന്നേക്കില്ല തിയേറ്ററിൽ നിന്ന്. എന്നിട്ട് എല്ലാവരും സിനിമ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. ആ മനുഷ്യൻ ആ മൂലയ്ക്ക് പോയിരിക്കണേ, എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ ആള് പറയാ, എടാ അങ്ങോട്ട് നോക്ക്, സിനിമ കഴിഞ്ഞിട്ടില്ലാന്ന്. എല്ലാവരും സിനിമ കഴിഞ്ഞെന്ന് വിചാരിച്ചു, ലൈറ്റ് ഇട്ട് തിയേറ്ററിന്. പക്ഷേ സിനിമ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നോക്ക്, സിനിമ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീണ്ടും കണ്ട് ലാസ്റ്റത്തെ കുറച്ചും കൂടി വീണ്ടും കണ്ടു. അത് കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടുന്ന് സിനിമ കഴിഞ്ഞ് എഴുന്നേറ്റതിന് ശേഷം തിയേറ്റർ ലിറ്ററലി പൂരപ്പറമ്പായിരുന്നു, ഒരു കുഞ്ഞു മിനി പൂരപ്പറമ്പ്. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു നടൻ നമ്മുടെ മുന്നിൽ വന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി തിക്കുന്നവർക്കും കൂട്ടി. ആൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ആളത് ഒരു സ്റ്റാർ എന്ന നിലയിൽ ആളത് കുറെ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ആ തിയേറ്ററിലുള്ള മലയാളികൾ മാത്രമേ അവിടെ ഉള്ളൂ, അതിലും കൂടുതൽ മലയാളികളില്ല. ഭയങ്കരമായി ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാനടക്കം, അതായത് ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും കുറേ പേര് പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതിലാളെ ബുദ്ധിമുട്ടിക്കുന്ന മാറ്റുന്നവരുണ്ടായിരിക്കും. നമ്മളൊക്കെ ആ സമയത്ത് ഒരു ക്രൈസിന്റെ പുറത്ത്, അതായത് നമുക്ക് ആളെ കണ്ട സന്തോഷത്തോട് നമ്മൾ ഓടിപ്പോയി ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക തന്നെയായിരുന്നു. അതിന് ആ മനുഷ്യൻ ക്ഷമിച്ചു നിന്നു എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയണ്ട കേട്ടോ. ആ സീറ്റിൽ നിന്ന് ആ മനുഷ്യൻ എഴുന്നിട്ട് ആ തിയേറ്ററിന്റെ ഡോറൊന്ന് പുറത്തേക്ക് അടക്കാൻ ഒരു 3/4 മണിക്കൂറോ ഏറ്റവും കുറഞ്ഞ എടുത്തുണ്ടാവും, ഏറ്റവും കുറഞ്ഞ 3/4 മണിക്കൂർ. അതുവരെ ഇറങ്ങി വരുമ്പോൾ ഓരോരുത്തർക്കും ഫോട്ടോ കൊടുത്ത് കുറേ പേര് വന്ന് സംസാരിച്ച്. എൻ്റെ അമ്മോ, ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. ശരിക്കും അത്ഭുതപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളി മറയ്ക്കാൻ വേണ്ടിയിട്ട് പറയണതല്ല. ആസ് എ സ്റ്റാർ ആളിതൊക്കെ കുറെ കാലം ഫേസ് ചെയ്തുകൊണ്ട് ആൾക്കിതൊരു സിമ്പിൾ എന്താ പീസ് ഓഫ് കേക്ക് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ പരിപാടി ആയിരിക്കും. ആൾക്കിത് ശീലമായ കാര്യമായിരിക്കും. പക്ഷെ എന്നാലും അതിന് ക്ഷമ കാണിക്കുക. ആളുടെ ഫാമിലിയോട് ട്രിപ്പ് വന്നിരിക്കണം, അതിന്റെ ഭാഗമായിട്ടാണ് ആൾ സിനിമ കാണാൻ വന്നത്. പക്ഷെ അതിനാളുള്ള ക്ഷമ കാണിച്ചു. ഞങ്ങളുടെ കൂടെ എല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോ, അത് കുറേ പേര് ആഗ്രഹിച്ചവർ കുറേ പേരെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു. കുറേ പേരോടൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ടോക്ക്, അതായത് ചെറിയ ചെറിയ സംസാരങ്ങൾ ഉണ്ടായിരുന്നു. അവരൊക്കെ സംസാരിച്ചു. ഭയങ്കര രസമായി. ഞങ്ങളെല്ലാവരും ഹാപ്പി ആക്കിയിട്ടാണ്. ആരും അവിടെ വന്ന ആരും അങ്ങനെ വിഷമം പറയുന്നൊന്നും കേട്ടില്ല. എല്ലാവരും ഹാപ്പി ആയിട്ട് പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളൊക്കെ നമ്മൾ ഒരു ചാൻസ് കിട്ടി വിടില്ലല്ലോ, നമ്മൾ നേരെ പോയി ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തു. സ്വാഭാവികം. സംഭവം അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. അതിരടി യൂറോപ്പിൽ ഇങ്ങനെ കാണാൻ പറ്റിയതില്ല, അതായത് ഈ ഒരു സിറ്റുവേഷനിൽ കാണാൻ പറ്റിയില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും അതിരടിനെ കുറിച്ച് എനിക്ക് ഇത്രയേ പറയുള്ളൂ. അടുത്ത സിനിമ ഇവിടെ ഇറങ്ങുമ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ പോയി കണ്ടിട്ട് ബാക്കി റിവ്യൂസ് പറയാം. അപ്പോൾ ശരി കേട്ടോ.